ഓക്കെ, KCET കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് നമ്മുടെ നാട്ടിൽ LBS അലോട്ട്മെന്റ് ത്രൂ ആണ് നമുക്ക് ഈ പറയുന്ന BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ കർണാടകയിൽ KCET ത്രൂ ആണ് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നീട് കൺസിഡർ ചെയ്യുന്ന നമ്മുടെ +2ൻ്റെ മാർക്കും നമ്മുടെ ഡോക്യുമെന്റ്സുമാണ്. ഓക്കെ, ഡോക്യുമെന്റ്സ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക. നമ്മൾ ഈ പറയുന്ന ഇൻകം അല്ലെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും കൺസെഷൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നേരത്തെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മാർക്ക് ലിസ്റ്റുകൾ, ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് തന്നെ വെക്കുക. കാരണം ഈ പറയുന്ന ഇൻകം കാസ്റ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയെന്ന് വരില്ല. ഇറ്റ് മൈറ്റ് ടേക്ക് ഫ്യൂ ഡേയ്സ്. സോ ഇപ്പോഴേ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ കയ്യിലുള്ള ഈ ഇൻകം കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് എന്തൊരു ഡ്യൂറേഷൻ, ഐ മീൻ അതിനൊരു എക്സ്പയറേഷൻ ഉണ്ട്, ഒരു 3 months or 6 months പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ് എന്നുള്ളത്, എത്ര ടൈം ഇനി എക്സ്പയറേഷൻ ഉണ്ട് എന്നുള്ളത് അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് KCET നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ഈ പറയുന്ന എക്സാമിനേഷൻ അതോറിറ്റിയാണ് ഇത് അണ്ടർടേക്കിങ്ങിലാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം നടക്കുന്നത്. സോ വളരെ ഫാസ്റ്റ് ആയിരിക്കും പ്രൊസീജിയേഴ്സൊക്കെ. സോ നമ്മൾ അവെയർഡ് ആയിട്ടിരിക്കുക, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അലോട്ട്മെൻറ്റിന് നമ്മൾ ക്യാമ്പസുകൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓർഡർ വലിയൊരു കാര്യമാണ്. നമുക്ക് ഓർഡറുകൾ ഈ പറയുന്ന ഒരു പ്രോപ്പർ പ്രയോറിറ്റൈസ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് സബ്മിഷൻ അത് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു സില്ലി കാര്യമായിട്ട് തോന്നും. പക്ഷേ സീരിയസ്ലി നമുക്ക് ലാസ്റ്റ് ഇയറിൽ അതിന് മുമ്പത്തെ വർഷങ്ങളിലും ഒക്കെ എല്ലാ രീതിയിലും ഡിസർവിങ് ആയിട്ടും എല്ലാ രീതിയിലും എലിജിബിൾ ആയിട്ടും ഡോക്യുമെൻറ്റ് സബ്മിഷൻ ഭാഗത്ത് മാത്രം കുറച്ച് 1-2 എറേഴ്സ് വന്നതിൻ്റെ പേരിൽ മാത്രം സീറ്റ് നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. സോ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. പിന്നെ മോക്ക് അലോട്ട്മെൻറ്റ്, KCETയുടെ മോക്ക് അലോട്ട്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് നമ്മൾ ഈ പറയുന്ന ക്യാമ്പസുകൾ ഒരു ഓർഡറിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന മോക്ക് അലോട്ട്മെൻറ്റ് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് നമുക്കറിയാൻ പറ്റും. നമ്മൾ എവിടെയാണ് ശരിക്കും റാങ്കിങ്ങിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് മോക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കത് റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഫൈനൽ അലോട്ട്മെൻറ്റിന് മുമ്പ് എല്ലാം ഒന്ന് കൺഫേം ചെയ്യുക, എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഈ പറയുന്ന ക്യാമ്പസുകൾ അറേഞ്ച് ചെയ്യേണ്ട രീതി, അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഐ മീൻ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിലും എന്തെങ്കിലും ഫെർദർ ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടാമതൊരാളും കൂടെ ഒന്ന് അന്വേഷിക്കുക, ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. കാരണം മാർക്ക് ഉണ്ടായിട്ടും ഡിസേർവിംഗ് ആയിട്ടും ഒരുപാട് സ്റ്റുഡൻസിന് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എറേഴ്സ് കൊണ്ട് സീറ്റ് മിസ്സാവുന്നുണ്ട്. സോ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് KCET കാണുക. കാരണം KCET എന്ന് പറയുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എലിജിബിലിറ്റി ആയിട്ട് മാത്രം കണ്ട് എഴുതുന്ന കുട്ടികളാണ് കൂടുതലും ഉള്ളത്. പക്ഷേ KCET ത്രൂ നല്ല നമുക്ക് ഫീസ് കുറഞ്ഞ്, നമുക്ക് അഡ്മിഷൻ ഫീസൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ് നമുക്ക് വലിയ വലിയ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള ചാൻസ് കൂടെയാണ്. ആ രീതി കൂടി നമ്മളൊന്ന് ചിന്തിക്കുക. അതുകൂടെ ആലോചിച്ച് വേണം ഈ പറയുന്ന KCETയുടെ അലോട്ട്മെൻ്റ് ഒക്കെ പ്ലേസ് ചെയ്യാൻ. KCET എക്സാമിനേഷൻ മാത്രം എഴുതി അതിൻ്റെ എലിജിബിലിറ്റി കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദയവ് ചെയ്ത് ഇതുകൂടെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അഡ്മിഷൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു.